നമസ്കാരം. ലൂസ് ടോക്കിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഓരോ ദിവസം നമ്മളിങ്ങനെ മധ്യലോകത്താണല്ലേ? മധ്യലോകത്താണ്. നമ്മളിപ്പം എല്ലാ ദിവസവും ഓരോ വാർത്തകൾ കൊണ്ട് കിട്ടുകയാണ്. കാരണം സാധാരണ വാർത്തകൾ നമ്മൾ വെറുതെ കുറ്റം പറയാൻ വേണ്ടി ലൂസ് ടോക്കല്ല. നമ്മൾ പലപ്പോഴും നമ്മൾ വിചാരിക്കുന്ന ഒരു കാര്യമാണ്. അപ്പം നമുക്ക് എല്ലാ ദിവസവും വരുന്നത് സർക്കാരിനെതിരെയുള്ള കാര്യങ്ങളാണ് വരുന്നത്. കാരണം അവർ കാണിച്ചു നമുക്ക് ജനപക്ഷത്തുനിന്നുകൊണ്ട് നമുക്ക് സംസാരിക്കാം, ചർച്ച നടത്താൻ കഴിയും. അല്ല, നമ്മൾ ഒന്നാമത്തെ കാര്യം ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് സർക്കാരിന് ഏറ്റവും വലിയ അധപ്പതനമാണ് ഓരോ ദിവസവും ഓരോ വാർത്തകളിലൂടെ നമ്മൾ അറിയുന്നത്. അതെ അതെ. ഒടുവിലായി വന്ന ബാർക്കോഴ അതുമായി ബന്ധപ്പെട്ട് അതുപോലെ മദ്യനയത്തിനുമായി ബന്ധപ്പെട്ട ഒരു ഓഡിയോ പുറത്തു വരുന്നു. അപ്പോൾ അത് ഈ സർക്കാർ മദ്യനയം രൂപീകരിക്കുന്ന സമയത്ത് തന്നെ ഇത് വരുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുകയല്ലേ. ഇവർ ഒരു കാര്യം ഓർക്കേണ്ടത്, നമ്മളിപ്പോൾ നമ്മുടെ പൊതുസമൂഹത്തിന് മുന്നിൽ വെക്കുന്ന ഒരു കാര്യം, മാണി സാറിൻ്റെ പേരിൽ പണ്ട് ആരോപണം ഉന്നയിച്ചത് ഇവരാണ്. അന്ന് ഒരു തെളിവുമില്ല. ഇതേപോലെ തന്നെ ഓഡിയോ ആണ് ഉണ്ടായിരുന്നത്. മാണി സാർ പൈസ വാങ്ങിച്ചതിന് യാതൊരു രേഖകളും ഇല്ലായിരുന്നു. ഇതുപോലെ ഓഡിയോ പുറത്തുനിന്ന് ഈ ബാർ അസോസിയേഷൻ്റെ ഒരു ഭാരവാഹിയുടെ ഓഡിയോ എന്നാണ് വരുന്നത്. അതേ 1 കോടി രൂപ വാങ്ങിച്ചതാണ്. ഇപ്പോൾ ഇത് 25 കോടിയാണെന്ന് തോന്നുന്നു. അപ്പോൾ ഇത് നമ്മൾ ഇന്നലെ ചർച്ച ചെയ്തതിൻ്റെ ഒരു തുടർച്ചയെന്ന് വേണമെങ്കിൽ പറയുന്നത്. അതെ, ഇന്നലെ നമ്മൾ പറഞ്ഞു. അതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാ കാര്യങ്ങളും വീണ്ടും ഒന്ന് പറയണമെന്നില്ല. എന്നാലും ഇന്നലെ കാണുമ്പോൾ ഏകദേശം ഒരു ധാരണ എല്ലാവർക്കും മനസ്സിലാവും. അതിൽ നിന്ന് ബാക്കി ഒരു അപ്ഡേഷൻ, ഇപ്പം ബാഹുബലി 2 എന്നൊക്കെ പറയുമ്പോൾ പുറത്തുനിന്നുള്ളതാണ്. കാരണം ഇത് നമുക്ക് ഈ എപ്പോഴും ഈ അബ്കാരി ലോബിയും സർക്കാരും ഒക്കെ തമ്മിലുള്ള ബന്ധം നമുക്ക് എപ്പോഴും വിവാദ വിഷയങ്ങൾ തന്നെയാണ്. പക്ഷേ ഈ സർക്കാരിനെ സംബന്ധിച്ച് ഇവർ ഒരുപാട് ബാർ ഉടമകളെ സന്തോഷിപ്പിച്ച ആളുകളാണ്. ഈ പിണറായി സർക്കാർ വന്നതിന് ശേഷം തന്നെ എനിക്ക് തോന്നുന്നു ഏതാണ്ട് 669 പുതിയ ബാർ അനുവദിച്ചിട്ടുണ്ട് കേരളത്തിൽ മൊത്തം. ഉമ്മൻചാണ്ടി സർക്കാർ പൂട്ടിയ ബാറെല്ലാം തുറന്നു, അത് കൂടാതെ പുതുതായിട്ട് അനുവദിച്ചു. അപ്പോൾ ബാർ അനുവദിക്കുമ്പോൾ ഉള്ള അഴിമതി നമുക്ക് ഊഹിക്കാന്നുള്ളതേ ഉള്ളൂ. എത്രയാണെന്ന് ഇതിലിപ്പം ഏറ്റവും വലിയ കാര്യമായിട്ട് പറയേണ്ടത്, ഇപ്പം കേരളത്തിന്റെ ക്രമസമാധാനം ഇപ്പം ബാർ ഉടമകളാണ് തീരുമാനിക്കുന്നത്. അതായത് കേരളം ഭരിക്കുന്ന സത്യം പറഞ്ഞ അബ്കാരികളാണ്. ഇപ്പം അവര് പറയുന്ന അനുസരിച്ച് അപ്പൊ അവരിങ്ങനെ പറയാണ്, അതിന് ഇത്ര ഒരു വിഹിതവും കൊടുക്കും. അതാണ് സർക്കാരോട് ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ ഇത്രയും അവരുടെ ഒരു പക്ഷം പിടിച്ച് തന്നെ അവർ പറയുന്ന പോലെയാണ് കാര്യം. ഇപ്പം ഡ്രൈ ഡേ മാറ്റാൻ പോകുന്നു, അതുപോലെ തന്നെ തോന്നുന്ന സമയത്ത് എത്ര സമയം വേണമെങ്കിലും നീട്ടാൻ പോകുന്നു, സമയം നീട്ടാൻ പോകുന്നു. ഇതിനൊക്കെ ഒരു തുക കൊടുത്താൽ മതി. ബാക്കി അവര് തീരുമാനിക്കും. ഇവിടെ പണം ഒരു സർക്കാരിന് ഏറ്റവും വലിയ ഗതികേടല്ലോ. ആലോചിച്ച് നോക്കുക. ഇവരെ ഇംഗിതത്തിനനുസരിച്ച് പൈസയും വാങ്ങിച്ചിട്ട് മിണ്ടാതെ ഒരു സംസ്ഥാനത്തെ പറയുന്ന തുക പോകുന്ന പൊതുഖജനാവിലേക്കല്ല, പിന്നെ ആർക്ക് എന്നുള്ളതാണ് ചോദ്യം. അതെ, അന്ന് മാനസാറിൻ്റെ തലയ്ക്കാണ് വെച്ചത്. അങ്ങനെയാണെങ്കിൽ ഇത്തവണ ഇപ്പോഴും മന്ത്രി എം പി രാജേഷ്, അതല്ലെങ്കിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ, പാർട്ടി സെക്രട്ടറിയൊക്കെ അതിന് വിശദീകരണം നൽകണം, അന്വേഷിക്കണം. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ മാനസാർ നമുക്ക് ഓർമ്മ ഉണ്ടല്ലോ, ബജറ്റ് അവതരിപ്പിക്കാൻ വന്ന ആളിനെ അവിടെ പെടുത്തിയ പാട് നമ്മളെല്ലാം അന്ന് ചാനലിൽ ജോലി ചെയ്യുമ്പോൾ നമ്മൾ കണ്ടതാണല്ലോ. എന്തെല്ലാം പറഞ്ഞ് ഇപ്പം ഈ ഒരു ആരോപണം വന്നതിന് പിന്നാലെ തന്നെ ഇപ്പം അന്വേഷണമൊക്കെ നടത്തും എന്നുള്ള രീതിയിലൊരു മുഖവറ ഇട്ടിട്ടുണ്ട്. അതായത് ഇപ്പം പറഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് കേന്ദ്ര ഏജൻസികളെ തടഞ്ഞു നിർത്താൻ വേണ്ടി പേരിനൊരു ഡമ്മി അന്വേഷണം ഈ ഓഡിയോ പുറത്തുവിട്ട ആളിനെ കേസിൽ പ്രതിയാക്കുന്നുള്ള ഉറപ്പാണ്. അതാണ് അങ്ങനെയാണ്. കാരണം അയാൾ തന്നെയാണല്ലോ. ഇപ്പം അല്ലാണ്ട് പെട്ടെന്ന് ഒരു ദിവസം ബോധോദയം വന്നിട്ട് ആളൊന്നും പറയേണ്ട ആവശ്യമൊന്നുമില്ല. അതും സർക്കാരിന്റെ പേര് പറഞ്ഞു. അതും ഇത്രയധികം പ്രമുഖരായിട്ടുള്ള അബ്കാരികളും അതുപോലെ തന്നെ ഇതുമായിട്ട് സർക്കാരുമായി ബന്ധപ്പെട്ട ആളുകളുള്ള ഒരു ഗ്രൂപ്പിൽ തന്നെ അങ്ങനെ ഒരു ഓഡിയോ മെസ്സേജ് ചുമ്മാ ഒരു ഇപ്പം ഉണ്ടിറങ്ങി എണീറ്റിട്ട് വന്ന് പറഞ്ഞ ചുമ്മാ ഒരു ബോധോദയം എന്ന് പറയണല്ലോ. എന്തായാലും പുതിയ ക്യാപ്സ്യൂൾ ഇറങ്ങിയിട്ടുണ്ട്. ഇത് ഈ സംഘടനയിൽ തന്നെ ഒരു തർക്കമുണ്ട്. അവരുടെ ആസ്ഥാനം തിരുവനന്തപുരത്തോട് നിർമ്മിക്കാൻ പോകുന്നു. അപ്പോൾ അതിൽ ഈ പറഞ്ഞ ഈ ഇന്നത്തെ ശബ്ദം പുറത്തുവിട്ട ആളൊക്കെ അതിന് എതിരാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ചില വിവാദങ്ങളുകൊണ്ടാണ് ഇത് പുറത്തുവിട്ടതെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഇതൊക്കെ പെട്ടെന്ന് ക്യാപ്സ്യൂൾ റെഡിയായിരുന്നു, അത് കാര്യമായി. എങ്കിൽ പോലും ഇനി അതിൻ്റെ ഒരു ബേസിലായിരിക്കും പോകുന്നത് ബാക്കി അന്വേഷണവും കാര്യങ്ങളൊക്കെ. അല്ലാതെ വേറെ സംഭവിക്കാൻ പോകുന്നില്ല. ഇത് നമ്മൾ എല്ലാ കാലത്തും ഈ ബാറുകൾ അല്ലെ ഈ ബാർ ഉടമകളൊക്കെ തന്നെ നമ്മുടെ നാട്ടിലെ ഭരണത്തിൽ വലിയ നിർണായക ശക്തി തന്നെയാണ്. അത് മറ്റു ചില സംസ്ഥാനങ്ങൾ ഇതിനേക്കാൾ പവർഫുള്ളാണ്. കേരളത്തിലും അങ്ങനെ തന്നെയാണ് സംഭവിച്ചിട്ടുള്ളത്. അതെ, അപ്പം അതിൻ്റെ പേരിൽ തന്നെ ഇപ്പോൾ ജയിലിലാക്കപ്പെട്ട ആൾക്കാർ വരെ ഇവിടെ ഒരു നയം മാറ്റിയതിൻ്റെ പേരിലൊക്കെ. അപ്പോൾ അതാണ് നമ്മളിപ്പം ഇവരൊക്കെ അവർക്ക് വേണ്ടിയൊക്കെ വാദിക്കുന്നവരൊക്കെയാണ് ഇപ്പം അതെ 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 ഏറ്റവും വലിയ കഷ്ടത്തിലേക്കാണ് പോകുന്നത്. കാരണം നേരത്തെ പറഞ്ഞാൽ തന്നെ നമ്മൾ ഇതിനകത്ത് വരുന്ന കാര്യം നമുക്ക് സാധാരണ ജനങ്ങളിലേക്ക് ഒന്നും എത്തില്ല. കാരണം ഇതാണ് പറയുന്നത്, നമുക്ക് ഈ ഒരു സർക്കാരിനോടുള്ള ഇപ്പം ഇപ്പം വലിയ കുത്തകകളോടുള്ള ഒരു പ്രിയം ആ രീതിയിലേക്ക് മാറുന്നത് ഏറ്റവും വലിയ അധപ്പതനം. അതാണ് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യേണ്ട ഒരു സംഭവം. അതായത് ഇപ്പോൾ സാധാരണ ജനങ്ങളെ ഇത് ബാധിക്കാൻ പോകുന്നത് വലിയ വലിയ വിപത്തുകളാണ് അവരെ സംഭവിച്ച് കാത്തിരിക്കാൻ പോകുന്നത്. അതാണ്. അല്ല, ഇപ്പോൾ ഇയാൾ തന്നെ ഈ ഓഡിയോ പുറത്തു വന്നതിൽ അയാൾ പറയുന്നുണ്ട്, ഈ പുതിയ മതനയം വരുമ്പോൾ ഈ ഡ്രൈ ഡേ മാറ്റും, അതല്ലെങ്കിൽ സമയം മാറ്റും. ഇതൊക്കെ പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഇവർ മുൻകൂട്ടി പറയുക എന്ന് പറയുമ്പോൾ ഇവർക്ക് വ്യക്തമായ ധാരണയുണ്ട്. മൊത്തം ഈ സംഘടനയുടെ സംസ്ഥാന അധ്യക്ഷൻ CPM സഹയാത്ര ചെയ്യുന്ന ഒരാളാണ്. CPM അത് നേതാവാണെന്ന് എനിക്കറിയില്ല. B. സുനിൽകുമാർ CPM ബന്ധമുള്ള ആൾ തന്നെയാണ്. അപ്പോൾ എന്തായാലും ഇദ്ദേഹം സംസ്ഥാന വൈസ് പ്രസിഡന്റ്, ഇടുക്കി ജില്ലാ പ്രസിഡന്റുമാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു ചിലർ പൈസ കൊടുക്കുന്നില്ല എന്നൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്. പക്ഷേ സത്യം പറഞ്ഞാൽ നമ്മൾ അന്വേഷിക്കുമ്പോൾ മനസ്സിലാവുന്നത് ഇന്ന് സത്യം പറഞ്ഞാൽ കേരളത്തിലെ പല ബാറുകളും വലിയ പ്രതിസന്ധി നേരിടുന്നു എന്നാണ് പറയപ്പെടുന്നത്. കാരണം ഇവരിങ്ങനെ സകല ജംഗ്ഷനിലും ബാർ അനുവദിച്ചു കൊടുത്തു. പിന്നെ ബീവറേജ് കോർപ്പറേഷൻ ഉണ്ട്, മദ്യത്തിന് ഭയങ്കരമായ വില വീണ്ടും കൂടി. കഴിഞ്ഞ ബഡ്ജറ്റിലൊക്കെ മദ്യത്തിന് വില കൂട്ടിയെന്ന് തോന്നുന്നു, ഭയങ്കര വില. അപ്പം പിന്നെ അങ്ങനെയുള്ള സ്ഥിതിക്ക്
ഈ ബാറുകളിൽ പോകുമ്പോൾ തീർച്ചയായിട്ടും അത് അവിടുത്തെ അലങ്കാരത്തിനും അവിടുത്തെ ഭക്ഷണത്തിനും എല്ലാം കൂടുതൽ പൈസയാവും. അതുകൊണ്ട് കാശുള്ളവർ പോലും ഇപ്പം ബിവറേജ് കോർപ്പറേഷനിൽ നിന്ന് വീട്ടിൽ വാങ്ങിച്ചുകൊണ്ട് വയ്ക്കണം. ബിവറേജിൽ ഇപ്പം ഇതുണ്ടല്ലോ, അല്ലാത്ത ഈ ക്യൂ വയ്ക്കേണ്ട കാര്യമില്ല, നമുക്കകത്ത് കയറി നമുക്ക് എടുത്തുകൊണ്ട് പോകാന്നുള്ള സെൽഫ് സെർവിങ് ആയിട്ടുള്ള നല്ല കടകളുണ്ട്. തിരുവനന്തപുരത്ത് സെക്രട്ടറിൻ്റെ ഓപ്പോസിറ്റ് തന്നെ ഉണ്ട്. അതെ. ഇപ്പം ഇതിനകത്ത് ഞാൻ പറയുന്നത് ഇന്നലെ നമ്മൾ പറഞ്ഞ കാര്യം തന്നെയാണ്. ഇപ്പം മറ്റുള്ള സംസ്ഥാനങ്ങളെ വെച്ച് നോക്കുമ്പോൾ കേരളത്തിൽ ഈടാക്കുന്ന വില ഇപ്പം നമുക്ക് 100 രൂപയുള്ളൊരു മദ്യം, ഒരു 200 രൂപയുള്ളൊരു മദ്യം ഇവിടെ വാങ്ങണമെങ്കിൽ 800, 900, 1000 ഒക്കെ കൊടുക്കണം. ആ രീതി അത്രയേ ഉള്ളൂ. ടാക്സ് മാത്രം, മറ്റേ എക്സ്ട്രാ ലക്ഷറി ടാക്സ്, മറ്റേ ടാക്സ്, മറിച്ച ടാക്സ്, കേട്ടതും കേൾക്കാത്ത എല്ലാ ടാക്സും ഉണ്ട് അതിനകത്ത്. അതിന് പുറമെ നമുക്ക് ഇതാണ് അവസ്ഥ സാമ്പത്തിക. മാത്രമല്ല ഈ ബാറുകളെ സംബന്ധിച്ചിടത്തോളം അവരെ സംബന്ധിച്ചത് അവർക്കൊരു വരുമാനം കിട്ടും, അതിനേക്കാൾ ഏറെയാണ് അവർക്ക് ഗവൺമെന്റിന് പോകണമെന്ന്. പക്ഷേ ഗവൺമെന്റിന് ഇത് കൃത്യമായിട്ട് ഈ ഒരു ഇതിന് മാത്രം എത്ര കാലം പിടിച്ചു നിൽക്കാൻ പറ്റുന്നു? അല്ല, അതാണ് കാരണം. എനിക്ക് തോന്നുന്നത് ഇത് മൊത്തത്തിൽ സംഘടനയുടെ ഭാരമായി പറയുന്നതനുസരിച്ച് നോക്കുമ്പോൾ ശരിക്കും ഈ ബാറുടമകളെ വിരട്ടി തന്നെയാണ് പൈസ വാങ്ങിക്കാൻ സാധ്യതയുള്ളൂ. ചിലർ പൈസ കൊടുക്കാനുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ചിലർക്ക് പൈസ കൊടുക്കാൻ പറ്റാത്ത ഗതികളുണ്ടായിരിക്കും. ഈ ഒരു ഇത് നമ്മൾ പഠിക്കുന്നത് ഇപ്പോൾ ഇടതുപക്ഷത്തിൻ്റെ ഒരു ഈ രീതിയിൽ. ഇപ്പോൾ നമുക്കറിയാം നവകേരള സദസ് വന്നപ്പോഴത്തേക്കും ആൾക്കാരിൽ നിന്ന് ഒരു പിരിവുണ്ടായിരുന്നല്ലോ. അതൊക്കെ എല്ലാ പല കാര്യങ്ങളും നമുക്കറിയാം. അവർ ബക്കറ്റ് പിരിവ് തുടങ്ങി ഇപ്പോൾ ഓൺലൈൻ ട്രാൻസാക്ഷൻ പിരിവ് വരെ അവർ കൃത്യമായിട്ട് കണക്കാക്കുന്നുണ്ട്. അപ്പോൾ ഇതിലൊക്കെ അവർ പ്രത്യേകം എടുക്കാറ്. കാരണം ഇയാളെ സംബന്ധിച്ച് സ്വാഭാവികമായിട്ട് ഇയാൾക്ക് അതിൻ്റെ ചിലപ്പം ഡെഡ് ലൈൻ വല്ലതും കാണുമായിരിക്കും. അത് അത്രേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം അത് സംബന്ധിച്ച് ചിലപ്പം കൃത്യമായിട്ട് പണം കിട്ടിയാൽ അതിനകത്ത് പറയുന്ന കാര്യങ്ങൾ അതിൻ്റെ അതുകൊണ്ടാണ്. ഇതിനകത്ത് പണം കൊടുക്കുന്നവർക്ക് അതിൻ്റെതായ ലാഭം കിട്ടും. ഈ ഒരു രീതിയിലുള്ള ഒരു ബിസിനസ് ഡീലാണ് അവിടെ സംസാരിച്ച് വയ്ക്കുന്നത്. അവിടുത്തെ നമുക്ക് എത്രത്തോളം ഇതിനകത്തുള്ള ആഴം മനസ്സിലായി. ഈ ഒരു ഡീലിൻ്റെ വലിയൊരു ഇതാണ് നടക്കുന്നത്. അതെ അതെ. പണ്ട് കേരളത്തിൽ സർക്കാരുകളൊക്കെ തന്നെ ഈ ബാറുടമകളൊക്കെ ചെലുത്തുന്ന സ്വാധീനം വളരെ വലുതാണ്. ഇപ്പോൾ 1982 കെ കരുണാകരൻ സർക്കാരിൻ്റെ കാലത്ത് ആ സർക്കാരിന് എതിരെ ഒരു അവിശ്വാസ പ്രമേയം വന്നിരുന്നു. ഇടതു മുന്നണി കൊണ്ടുവന്നതാണ് അവിശ്വാസ പ്രമേയം. ആ അവിശ്വാസ പ്രമേയം പക്ഷേ പൊളിഞ്ഞു പോയി, പാസ്സായില്ല. പക്ഷേ ചില MLA മറുകണ്ട ചാടിയെങ്കിലും പാസ്സായില്ല. അന്ന് കേരളത്തിൽ വളരെ പ്രമുഖരായ 1-2 അബ്കാരി മുതലാളിമാർ അന്ന് ചാരായങ്ങളുള്ള കാലമാണ്. ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചിരുന്നു അന്ന് കേട്ടിരുന്നു. സത്യമാണെന്ന് അറിഞ്ഞുകൂടാ. പക്ഷേ കേരളത്തിലെ മൊത്തത്തിൽ രാഷ്ട്രീയം ഒരു കാലത്ത് ഈ അബ്കാരി രാജാക്കന്മാർ എന്നറിയപ്പെടുന്ന ആളുകൾ തന്നെയാണ് നിയന്ത്രിച്ചിരുന്നത്. ഇപ്പോൾ ചാരായം നിരോധനം വന്നപ്പോൾ അവരെ ശക്തി അത്രയില്ല പഴയത്. പക്ഷേ എന്നാലും ഇപ്പോഴും ബാറുടമകൾ ശക്തരാണ്. പക്ഷേ ഈ നിലവിലെ അവസ്ഥയിൽ പല ബാറുകളും നഷ്ടത്തിലാണ് പോകുന്നത്. ബാറുടമകൾ ബുദ്ധിമുട്ടിലാണെന്ന് തോന്നുന്നു. ഈ സർക്കാർ വിചാരിച്ചാൽ ഇവരെ വെള്ളം കുടിപ്പിക്കാൻ പറ്റും. കാരണം അവിടെ പരിശോധന നടത്താം. പിന്നെ ഈ 11 മണി വരെ ബാർ തുറക്കുമെന്ന് പറഞ്ഞാൽ ഇത് 12 അതിൻ്റെ സമയം കഴിഞ്ഞിട്ട് ഒരു 5 മിനിറ്റ് കഴിഞ്ഞാൽ എക്സൈസിന് അപ്പം അവർക്ക് പഴയടിക്കാം, ലക്ഷങ്ങൾ പഴയടിക്കാം അവർക്ക്. അവിടുത്തെ ഭക്ഷണം മറ്റേ ഫുഡ് സേഫ്റ്റിക്കാരെ കൊണ്ട് പരിശോധിപ്പിച്ചിട്ട് ഇത് ചീത്ത അല്ലെങ്കിൽ ഇത് പഴകിയതാണെന്ന് പറയാം, അങ്ങനെ കൊടുക്കാം. പിന്നെ അവിടുത്തെ ജീവനക്കാരുടെ ആരോഗ്യം തൊട്ട് നിരവധി കാര്യങ്ങളിൽ സർക്കാർ എക്സൈസ് എല്ലാം കൂടെ ഒത്തുനിന്ന് കഴിഞ്ഞാൽ ഈ ബാറുടമ പെട്ടുപോകും. അതുകൊണ്ട് 2 ലക്ഷം രൂപ തരാൻ പറഞ്ഞാൽ പലരും കൊടുക്കും. വേറെ നിർവാഹമില്ലാത്തതാണത്. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ബാറുടമകളെ നമുക്ക് കുറ്റപ്പെടുത്താൻ പറ്റില്ല. അവരെ സംബന്ധിച്ച് അവർ നിസ്സഹായരാണ്. ഇതിന്റെ ഇടനിലക്കാരൻ പാർട്ടിയെയും ഈ ഒരു ബാറുടമകളെയും ഇടനിലക്കാരനായി നിൽക്കുന്ന ഒരാൾക്കുണ്ട്. അയാളാണ് ഇതിനകത്ത്, അയാൾക്കൊരു കമ്മീഷൻ പറ്റും. അതായത് കൃത്യമായി ഈ ടാക്സോ ഈ ഒരു പണമോ ഒന്നും കൃത്യമായിട്ട് ഖജനാവിലും എത്തില്ല. ഇത് കിട്ടേണ്ടവർക്ക് ആ ഒരു ഇടനിലക്കാരനാണ് ലാസ്റ്റ് സത്യം പറഞ്ഞാൽ ഏറ്റവും റിസ്ക് ഉള്ള പണിയെടുക്കുന്നത്. കാരണം അയാൾ ഇപ്പം പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ അയാൾ മാത്രമായിരിക്കും പ്രതി. ലാഭം കിട്ടിക്കഴിഞ്ഞാൽ പക്ഷെ വിഹിതം കൊടുക്കുകയും വേണം. CPM ഇടനിലക്കാരെ കൊണ്ട് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയിലാണല്ലോ അവർക്ക്. അവിടെ നേതാക്കന്മാരും മക്കളും മരുമക്കളും എല്ലാവരും കൂട്ടത്തോടെ ഇടനിലക്കാരായി ഇറങ്ങിയ സ്ഥിതിക്ക് ഏതൊക്കെ ഇടനിലക്കാരുണ്ടെന്ന് ആദ്യം അന്വേഷിച്ച് നോക്കണം. ഇത് ഈ പറയുന്ന തുക മുഴുവൻ ഈ പാർട്ടിക്ക് കയ്യിലെത്തും, അതോ മറ്റാരെങ്കിലും ഇടയ്ക്ക് നിന്ന് തട്ടുന്നുണ്ടോ എന്നൊന്നും അറിയാൻ പറ്റില്ല. ഏതായാലും സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാഷ് നിഷേധിച്ചിട്ടൊക്കെയാണ് ഞങ്ങൾ മദ്യനയമൊന്നായിട്ടില്ല. അദ്ദേഹം കുറച്ചാൽ എക്സൈസ് മന്ത്രിയായിരുന്ന ആളാണല്ലോ. അപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട് അങ്ങനെയല്ല ഇങ്ങനെയല്ല എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, മാണിസാറിനായിരുന്നു നമുക്ക് പറയാതിരിക്കാൻ കഴിയില്ല. ഉമ്മൻചാണ്ടി സർക്കാരിന് അങ്ങേറ്റം നാട്ടുകാരെ മോശക്കാരാക്കാൻ അവർ ചെയ്ത കാര്യങ്ങളിൽ ഒന്നിതായിരുന്നു ഈ ബാർ കോഴ വിവാദം. നമുക്ക് ആ ഓർമ്മയില്ല, എന്തെല്ലാം കോഴ മാണി അങ്ങനെയൊക്കെ പറഞ്ഞ് മാണിസാറിനെ അങ്ങേറ്റം അധിക്ഷേപിച്ച് ഒടുവിൽ അദ്ദേഹത്തിൻ്റെ കാലശേഷം അദ്ദേഹത്തിൻ്റെ മകനെ നേരെ കൊണ്ടുവരുന്നു, മുന്നണിയിലെടുക്കുന്നു, അവർ ആ പാർട്ടിക്ക് മന്ത്രിസ്ഥാനം കൊടുക്കുന്നു, മാണിസാറിന് അവർ രാജ്യസഭാംഗമാകുന്നു. ഇപ്പോൾ അവരെല്ലാവരും ഇപ്പോൾ മാണിസാറിനെ വിശുദ്ധനാക്കി ഒരു പക്ഷേ പ്രഖ്യാപിച്ചില്ലെന്ന് മാത്രം മാണിസാറിൻ്റെ സ്മാരകത്തിന് പൈസ വെച്ചു ബഡ്ജറ്റിൽ. അപ്പം ശരിക്കും പറഞ്ഞാൽ ഈ KM മാണി എന്ന് പറയുന്ന കേരളത്തിലെ ഏറ്റവും പ്രമുഖനായ ഒരു രാഷ്ട്രീയ അദ്ദേഹം എന്ത് മനോവേദന അനുഭവിച്ചാണ്. അത് സത്യമാണോ ഇല്ലയോ നമുക്കറിയില്ല. അങ്ങനെയാണെങ്കിൽ ഇത് ഇപ്പോൾ MP രാജേഷും പിണറായി എല്ലാം ഇതേ പോലെ ഉത്തരം പറയേണ്ടതാണ്. അന്ന് ഇവർ പറഞ്ഞ എന്താണ്, സീസറിൻ്റെ ഭാര്യ സംശയത്തിന് അതീതയായിരിക്കണമെന്നാണ്. KM മാണി പിന്നെ പൈസ വാങ്ങിച്ചായിട്ട് ഡോക്യുമെൻറ്റ്സ് ഒരിടത്തുമില്ല. പക്ഷേ സീസറിൻ്റെ ഭാര്യ സംശയത്തിന് അതീതയായിരിക്കണം എന്നുള്ള ആ പഴയ ചൊല്ലാണ് അന്ന് KM മാണിക്ക് നേരെ പ്രയോഗിച്ചത്. അങ്ങനെയാണെങ്കിൽ ഇവരും എല്ലാം സീസറിൻ്റെ ഭാര്യമാരാണ്, ഇവർക്കെല്ലാം അതിന് ഉത്തരവാദിത്വമുണ്ട്.
എന്തായാലും ഒരു കാര്യം നമുക്ക് നോക്കാൻ പറ്റിയ അവരുണ്ടാക്കിയ ഒരു കോലാഹലം, സമര കോലാഹലങ്ങളൊന്നും ഉണ്ടല്ലോ. നമുക്ക് എന്തറിയാം ഇപ്പൊ എന്തൊക്കെയാണ് ഉണ്ടായത് ഇതിനകത്ത്. സമരത്തിന് മാത്രമല്ല എത്രയോ കോടികളാണ് നഷ്ടം ഉണ്ടായത് സംസ്ഥാനത്തിന്. ഇപ്പം പോലീസിന്റെ ഇത് അടിച്ചു പൊട്ടിക്കുന്നു, സഭയ്ക്കകത്ത് എന്തൊക്കെ പല രീതിയിലൊക്കെയുള്ള. അതെ അതെ അതെ, അന്നത്തെ സഭയിൽ പരാക്രമം മുഴുവൻ ഇതായി ബന്ധപ്പെടാണല്ലോ. അപ്പോൾ കോഴ അഴിമതിക്കാരനായ കെ മാണി ബജറ്റ് അവതരിപ്പിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ ഈ വേളം മുഴുവൻ നടത്തിയത്. ഇവിടെയുള്ള നമുക്ക് മുണ്ടും മടക്കി കൊത്തി നേതാക്കളൊക്കെ മേശപ്പുറത്തൂടെ എല്ലാം ടേബിൾ പുറത്തോടൊക്കെ ഓടിയതൊക്കെ നമ്മൾ കാണുന്നുണ്ടായിരുന്നു. എല്ലാം നശിപ്പിച്ചതൊക്കെ നമ്മൾ കാണുന്നുണ്ടായിരുന്നു. അസംബ്ലി ആണെന്നുള്ള കാര്യം പോലെ മറന്നുകൊണ്ട് ഉള്ള പ്രവർത്തനമാണ് നമ്മൾ നടന്നത്. നമുക്ക് ഈ വാർത്താലോകത്തിൽ നിൽക്കുന്നതുകൊണ്ട് ഇതുമായിട്ട് നമ്മൾ എപ്പോഴും കണക്റ്റഡ് ആയിരിക്കും. പക്ഷെ സാധാരണ ഞങ്ങൾ ഇതൊക്കെ ഓർത്ത് വെക്കുന്നില്ല. അതാണ് അവരുടെ ആത്മവിശ്വാസം. കാരണം ഇവർക്ക് അറിയില്ല, അവരിപ്പോഴും എന്താ പറയുന്നത്, പറഞ്ഞ ആശയത്തിന്റെ അതിലകത്ത്. ഇപ്പൊ 2010 എന്താണ് സംഭവിച്ചത്, അതിന്റെ ആവർത്തനമാണ് ഇപ്പോൾ ഇവിടെ നടക്കുന്നത്. അത് പച്ചക്ക് ജനങ്ങൾക്ക് മുമ്പിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ നമ്മൾ കുറച്ചുപേരെ ഇതൊന്നും അറിയാതെ ഇതൊക്കെ നമ്മൾ ആട്ടം കാണുന്ന ഒരു അവസ്ഥയാണ്. ഇത് നമ്മൾ സാധാരണക്കാരെ ഒരുമാതിരി ഇത്രയും വിഡ്ഢികളാക്കിക്കൊള്ളുള്ള ഒരു സമീപനം തിരിച്ചറിഞ്ഞാൽ മതിയാവും. ഇതിനകത്ത് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ശരിയാവില്ല. കാരണം വലിയ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഇത് വലിയൊരു സ്കാം മാത്രമല്ല, നമ്മുടെ ഒരു ജനതയെ തന്നെ തകർക്കാൻ പോകുന്നതാണ്. കാരണം ഇനി സമയം കൂട്ടിയുള്ളതൊക്കെ വരുമ്പോഴത്തേക്കും നമ്മൾ ഇന്നലെ ചർച്ച ചെയ്ത വിഷയമുണ്ടല്ലോ, അതിന് ഒരു കാര്യം കൂടെ പറയാതിരിക്കാൻ കഴിയില്ല. ഇപ്പം ഈ പറഞ്ഞ പോലെ ഇൻഫോ പാർക്കിലെല്ലാം ബാർ അനുവദിക്കുകയാണെങ്കിൽ ഓരോ സ്ഥാപനത്തിനും ബാർ അനുവദിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. വേണമെങ്കിൽ അതിനുള്ള സംവിധാനമുണ്ട്. ഓരോ സ്ഥാപനത്തിനും ബാറിന് പിന്നെ അവിടുത്തെ ജീവനക്കാർ അവിടെ നിന്ന് പിടിക്കുകയല്ലേ ഉള്ളൂ. പിന്നെ അയാൾ ഈ ബാറിൽ പോവില്ല. അപ്പോൾ ഇത്രയും കാശ് മുടക്കി ഈ പറഞ്ഞ 2 ലക്ഷം രൂപ വെച്ച് കൊടുത്ത് അവിടെ കടമെന്ന് വെച്ചിരിക്കണം, ബാറുടമ എന്ത് ചെയ്യും? അതാണ്, അവ കച്ചവടം നടക്കില്ല. അതൊരു പ്രധാന കാര്യമാണ്. അപ്പോൾ ഒരു പക്ഷേ അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും തടയിടാനും കൂടെ ആയിരിക്കാം ഒരു പക്ഷേ ഇവർ ഇന്നലെ. മാത്രമല്ല ഇതിൽ കഴിഞ്ഞ ദിവസം യോഗം ചേർന്നല്ലോ കൊച്ചിയിൽ വലിയ ഹോട്ടലിൽ യോഗം ചേരുകയും അതിൻ്റെ വിശദാംശങ്ങളാണ് ഈ ഓഡിയോയിലൂടെ പുറത്തു വന്നിരിക്കുന്നത്. അല്ല, ഒന്ന് ആലോചിച്ച് നോക്കുക, ഈ സംഘടനയുടെ ഭാരവാഹി തന്നെ ഓഡിയോ മെസ്സേജ് അയച്ചു എന്ന് പറയുമ്പോൾ അതിനൊരു ഓതൻറ്റിസിറ്റി ഉണ്ട്. അയാൾ നിഷേധിച്ചിട്ടില്ല, അയാൾ പറഞ്ഞിട്ടില്ല എന്നുള്ള കാര്യം. ഇന്നലെ പറഞ്ഞ കാര്യങ്ങളെല്ലാം കേട്ടല്ലോ എന്നൊക്കെ പറഞ്ഞിട്ടാണ്. അതെ 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 അതെ. നമുക്കിത് ചുമ്മാ നടക്കാൻ പറ്റില്ല, ഇത് കാശ് കൊടുക്കണം, കാശ് കൊടുത്താലേ സംഗതി ശരിയാവുള്ളൂ, കൊടുത്ത് നമുക്ക് എല്ലാ പ്രശ്നങ്ങളും നമുക്ക് പരിഹരിക്കാമെന്ന് അയാൾ പറയുന്നുണ്ട്. അപ്പോൾ ഇത് കേരള രാഷ്ട്രീയത്തിൽ ഒരു വലിയ ഒരു സംഭവം തന്നെയായിരുന്നു. മാണി സാറിനെതിരെ ഇവർ നടത്തിയ ഈ സമരങ്ങളൊക്കെ തന്നെ. ഒരു പക്ഷേ വീണ്ടും അന്ന് പിന്നെ LDFന് ഭരണത്തിൽ തിരിച്ചെത്താനുള്ള ഒരു വലിയ അവസരം കൊടുത്തതൊക്കെ അതിന് ഒരു വലിയ റോളുണ്ട്. എനിക്ക് തോന്നുന്നു പ്രചരണമൊക്കെ അങ്ങനത്തെ രീതിയിലായിരുന്നല്ലോ. അതെ അതെ, മദ്യവിമുക്ത കേരളം എന്തോ എന്നൊക്കെ പറയട്ടെ, ഗാന്ധിജി കണ്ട സ്വപ്നം എന്നുള്ള ഗാന്ധിജിയെ തന്നെ ഇവർ ഏറ്റെടുത്ത് അവരെ ആത്മീയ ഗുരുവൊക്കെ ആക്കി മാറ്റിയുള്ള രീതിയായിരുന്നു. നമുക്ക് നോക്കാം, പരസ്യങ്ങളിലായാലും ശരി തന്നെ ഉറപ്പ് നൽകുന്നു, എല്ലാം ശരിയാവുമെന്ന് പറയുന്നു. എന്നിട്ട് ഒന്നും ശരിയായതില്ല എന്ന് മാത്രമല്ല, കേരളമാണെങ്കിൽ ഇപ്പോൾ ദാരിദ്ര്യത്തിൽ കൂപ്പ് കുത്തി നിൽക്കുകയും ചെയ്യുന്നു. മൊത്തം ഈ 5 രൂപ കണ്ടാണ് മാണി സാറിന് പൈസ അയച്ചത്. DFക്കാർ അങ്ങനെ എന്തൊക്കെയോ സമരമൊക്കെ ചെയ്തിരുന്നത്. കഷ്ടം തന്നെ ഇതെല്ലാം കൂടെ. ഇവർ ഇപ്പം പറയുന്നത് സംഭവിക്കാൻ സാധ്യതയുള്ളത്, ഇവർ ഇത് തലവൂരും, അത് ഉറപ്പാണ്. പലതും തലവൂരും. ഈ ശബ്ദം പുറത്തുവിട്ട ഈ ബാർ ഹോട്ടൽ ഭാരമായി കേസിൽ പെടും. അതെ, ഇനിയിപ്പോൾ മറ്റൊരു സഭാകാലം കൂടെ വരാൻ പോവുകയാണ്. അപ്പം ഇവിടെ നമുക്ക് വലിയ പ്രതീക്ഷയൊന്നുമില്ല. എന്തായാലും നമുക്കറിയാം, സ്ഥിരമുള്ള പോലെ തന്നെ ചില മുമ്പത്തെ പോലും ഒരു വീര്യമില്ല ഇപ്പോഴത്തെ പ്രതിപക്ഷത്തിന്. അതുകൊണ്ട് തന്നെ ഇനി CBI അന്വേഷണം വരുമോ, അതോ കേന്ദ്ര സർക്കാരിന്റെ കേന്ദ്ര ഏജൻസികൾ വരുമോ, അതൊക്കെയാണ് നമുക്ക് ഇനി ഒരു വിശ്വാസമില്ല. കാരണം എത്രയോ കാര്യങ്ങൾ ഇവിടെ വന്നു, ഇവിടെയൊക്കെ എന്തുണ്ടായി. ലാസ്റ്റ് ഒരു 2-3 ദിവസം ഒരു കോലാഹലം കാണും, പിന്നെ അത് അവിടെ തന്നെ ഇത് കൂടി പോയി 2 ദിവസം ചർച്ചയിൽ ഇത് ചിലപ്പോൾ ഇറങ്ങി. നിയമസഭാ സമ്മേളനം തുടങ്ങുമ്പോൾ പ്രതിപക്ഷം അവിടെ നിന്ന് വളം വയ്ക്കും, ചിലപ്പോൾ ഇറങ്ങിപ്പോകും, അല്ലെങ്കിൽ ഒരു കറുത്ത ബാനറും കൊണ്ടുവരും. ഇത്രേ സംഭവിക്കുകയുള്ളൂ. അതല്ലാതെ അന്ന് മാണി സാറിനെതിരെ CPM അല്ലെങ്കിൽ ഇടതുമുന്നണി ചെയ്തതുപോലത്തെ ഒരു സമരം ചെയ്യാനുള്ള സ്ഥിതി കോൺഗ്രസിനില്ല, UDFനില്ല. അതില്ല, അവർക്ക് ഭയമാണ്. ഈ മറ്റേ ഉപകരണങ്ങളൊക്കെ തച്ചുടയ്ക്കണമെന്നൊന്നും പറയല്ല. എന്നാലും ജനകീയ സമരം എന്ന് പറയുമ്പോൾ എപ്പോഴും ചിലപ്പോൾ ജനങ്ങളെ അറിയാൻ തീർച്ചയായും നമ്മൾ വലിയ കല്ലേറോ ഒന്നും അല്ല, കുറെ ഉപരോധങ്ങളുണ്ട്. അല്ല, ഇവരൊക്കെ കൃത്യമായ രീതിയിൽ ആശയങ്ങൾ കൊണ്ടിട്ട് പറയാം. അതുപോലെ തന്നെ കേന്ദ്ര ഏജൻസി ഇവിടെ എത്രയോ പ്രമുഖരുണ്ട്. ഇപ്പോൾ നമുക്ക് തന്നെ ഇവിടെ ബന്ധപ്പെട്ട എല്ലാവരും ഉണ്ട്. അവർക്കൊക്കെ അറിയിച്ച് കേന്ദ്ര ഏജൻസികളെ കൊണ്ടുവരേണ്ട ഇത് നോക്കാം. കാരണം ഇത് സുതാര്യമായ അന്വേഷണമാണ് ഇതിനകത്ത് വേണ്ടത്. അല്ലാണ്ട് ഇവിടെ ഒരു ഡമ്മി അന്വേഷണം കൊണ്ട് നടത്തിയിട്ട് അത് എല്ലാവരെയും കണ്ണിൽ പൊടിയിടാൻ വേണ്ടി ആക്കിയിട്ട് 2 ദിവസം വാർത്തകളിൽ നിൽക്കും അന്വേഷണം തുടങ്ങി എന്നൊക്കെ പറഞ്ഞിട്ട് ഒന്നും ആവില്ല. അത് കൂടി പോയി 2 ദിവസം 3 ദിവസം അത് കഴിഞ്ഞിട്ട് അത് നിൽക്കും. ഇവിടെ വേണ്ടത് അന്വേഷണം വേണം. അന്വേഷണം വേണ്ട, അത് കൃത്യമായിട്ട് ജനങ്ങളെ അറിയിക്കണം. പിന്നെ ഇതുമായി ബന്ധപ്പെട്ട മുഖ്യമന്ത്രിയെ കണ്ട് കാലം കൂടെ ആയതുകൊണ്ട് വേറെ കാര്യം. ഇതൊക്കെ ബന്ധപ്പെട്ടവരൊന്നും പറയുന്നുമില്ല. ഇതൊക്കെയാണ് വേറൊരു കാര്യം. നമുക്ക് എന്തെങ്കിലും അറിയണമെങ്കിൽ പാർട്ടി സെക്രട്ടറി തുറന്നു. അദ്ദേഹം പറഞ്ഞു, അദ്ദേഹം പതിവ് പോലെ അദ്ദേഹം സൈദ്ധാന്തിക ഭാഷയിലാണെന്ന് കാര്യങ്ങളൊക്കെ പറഞ്ഞതൊന്നും അദ്ദേഹം നിഷേധിച്ചിട്ടുണ്ട്. അങ്ങനെയൊന്നല്ല, ഞങ്ങളുടെ മദ്യനയം തീരുമാനിച്ചിട്ടില്ല എന്നൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്. അപ്പോൾ ഇത് നേരത്തെ പറഞ്ഞതുപോലെ എല്ലാം കൂടെ ചേർത്ത് ഈ ഭാരവാഹിയുടെ തലയിൽ കൊണ്ടുവയ്ക്കും. സാറിന് എപ്പോഴും സംഭവിക്കാൻ നമുക്ക് പല സംഭവങ്ങളും നമുക്ക് അറിഞ്ഞൂടെ. അതെല്ലാം അവസാനം വരാൻ പോകുന്നത് ഈ പറഞ്ഞ ഈ ക്യാപ്സുകളൊക്കെ തയ്യാറാക്കി എല്ലാവരും കൂടെ ചേർന്ന് അറ്റാക്ക് ചെയ്ത് ചിലപ്പോൾ അയാൾ അറസ്റ്റ് ചെയ്യുമായിരിക്കും. ഇപ്പം എനിക്ക് തോന്നുന്നു മന്ത്രി MP രാജേഷ് തന്നെ DGPക്ക് പരാതി കൊടുത്തു തോന്നുന്നു അന്വേഷിക്കാൻ വേണ്ടി. അപ്പോൾ അത് സംഭവിക്കാൻ പോകുന്നത് ഈ ഭാരവാഹി കൊടുക്കും.
ഭാരവാഹിക്കും അറിയാം, ചിലപ്പോൾ വിളിച്ചിട്ട് ചിലപ്പോൾ പറയുമായിരിക്കും ഇങ്ങനെയാണ് കാര്യങ്ങൾ. എന്നിട്ട് വാർത്തയൊക്കെ ഒന്ന് തണുത്ത് കഴിയുമ്പോൾ അദ്ദേഹം കൂളായിട്ട് ആ ഭാരവാഹി ഇറങ്ങിയാണ്. പിന്നെ എല്ലാവരും മറന്നു പോകും. അപ്പോൾ ഈ ബാർക്കോഴയ്ക്ക് വേണ്ടി എന്തെല്ലാം ആ സമരമാണ് ഇവിടെ കിടന്ന് ചെയ്തത്. പക്ഷേ പിന്നീടാ ഇതേ പാർട്ടി അവർ ഒരുമിച്ച് നിർത്തിയില്ലേ, ഇപ്പോഴും അവർ കേരളം ഭരിക്കില്ല ആ പാർട്ടി ഒരുമിച്ച് നിർത്തിക്കൊണ്ട്. ആര് ചോദിക്കാൻ? അപ്പോൾ ഇതൊക്കെ ഈ ഞങ്ങളെ കൂടെ നിന്നാൽ ഗംഭീരം, അപ്പുറത്ത് പോയി നിന്നാൽ ഞങ്ങൾ മോശക്കാരനാണെന്ന് എന്ന് പറയുന്നത് അതുപോലെ തന്നെയാണ്. അതുപോലെ പിന്നെ ഈ അവർ കാശ് വാങ്ങിച്ചാൽ അഴിമതി, ഞങ്ങൾ കാശ് വാങ്ങിച്ചാൽ പിരിവാണ്. സ്വാഭാവികം, രാഷ്ട്രീയ പാർട്ടി പിരിക്കുകയല്ല. ഇപ്പോൾ ഈ ഒരു വിഷയം നമ്മൾ പണ്ട് വിചാരിക്കുന്ന ഇതൊക്കെ മറ്റേ എത്ര കൊടുത്താലും കുടിയന്മാർ കുടിക്കും, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊരു ആത്മവിശ്വാസമുണ്ട്. പക്ഷേ ഇപ്പോൾ ഇനി എങ്ങനെയാണെന്ന് അറിയില്ല. കാരണം ഇന്നലെ തന്നെ ഒരു സുഹൃത്ത് ബാറിൽ പോയിട്ട് വന്നത് പറയാം, അവിടെ ഒരു ചർച്ചാ വിഷയം തന്നെ ഇതായിട്ടുണ്ട്. കാരണം ഇതൊക്കെ സർക്കാരിൻ്റെ ഒരു നയങ്ങൾ ഇപ്പം അവർ തന്നെ മനസ്സിലാക്കിയിട്ടുണ്ട് ഇത്തരം രീതി. സർക്കാർ എന്തിനാണ് ഇപ്പോൾ അവർക്ക് ക്ഷേമത്തിന് വേണ്ടിയൊന്നും അല്ല, അവരെ കീശ നിറയ്ക്കാനും അതിനുവേണ്ടി പലരെയും സഹായിക്കാനും അതിനു വേണ്ടിയാണ് ഇത് നടത്തുന്നതെന്ന് എല്ലാവർക്കും കൃത്യമായിട്ട് അറിയാം. ഇത്രയും പണം മുടക്കി വരുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ എനിക്ക് തോന്നുന്നു ബാറുകളിലൊക്കെ ആളുകളുടെ എണ്ണം ഗണ്യമായിട്ട് കുറഞ്ഞിട്ടുണ്ട്. കാരണം അറിയാം ആൾക്കാർ പല ഓഫറുകളും വെച്ചാണ്, ഇപ്പോൾ ഹാപ്പി അവേഴ്സ് ഒക്കെ വെച്ചാണ് ബാറുകൾ പ്രവർത്തിക്കുന്നത്. അതായത് പലരും വൈകുന്നേരങ്ങളിലാണ് ബാറുകൾ തുടങ്ങുന്നത്. പക്ഷെ ഇപ്പം അത് കുറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല ഇപ്പൊ നേരത്തെ ചേട്ടൻ പറഞ്ഞ ചിലപ്പോൾ പലരും വീടുകളിൽ പോയി വാങ്ങിയിട്ടുണ്ട്. അങ്ങനെയുള്ള സൗകര്യമുണ്ട് വീടുകളിൽ. ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഇപ്പോൾ കേരളത്തിൽ മദ്യപാന ശീലത്തിന് മാറുന്നു. നേരത്തെ പറയുന്നത് തന്നെ കുറച്ച് വിധം കുടിക്കാന്നുള്ള രീതിയിൽ ഇപ്പോൾ വീട്ടിലും പെർമിഷൻ ഉണ്ട്. പഴയ പോലെ ഇപ്പം ആ രീതിയല്ല. അതുപോലെ തന്നെ ഹാപ്പി അവേഴ്സ് പോലെയുള്ള പരിപാടികൾ, അതായത് 11 മണി മുതൽ 2 മണി 3 മണി 4 മണി വരെ അങ്ങനെ നീളുന്നത്. ഈ സമയങ്ങളിലാണ് ബാറിലെ സാധാരണ ആളുകൾ കയറുന്നത് കുറവ്. അതുകൊണ്ട് ആൾക്കാരെ കയറ്റാൻ വേണ്ടി ആകർഷിക്കുന്ന രീതിയിൽ 20-30% ഓഫറൊക്കെ കൊടുത്താണ് അവർ ആളെ. ഒരു പെഗിനോ ഒരു പൈറ്റിനൊക്കെ ആണെങ്കിൽ ഇത്ര രൂപ കൊടുക്കുന്നതിന് പകരം അത്ര 20% ഡിസ്കൗണ്ട്, അങ്ങനെ രീതിയിലാണ് അവർ ആളെ. ഹാപ്പി അവേഴ്സ് എന്ന് പറയുന്നത് ഈ പൈസ കുറച്ച് കിട്ടുന്ന സമയം, ആ ടൈം ഹോട്ടലുകളിലുള്ള പോലെ തന്നെയാണ് ഹാപ്പി അവേഴ്സ്. ഹോട്ടലുകളുണ്ട് ഭക്ഷണത്തിന് ഈ സമയം. കാരണം ആ ഒരു സമയത്ത് ആളുകൾ കയറില്ല. മാത്രമല്ല അവരെ സംബന്ധിച്ച് ബാർ ഉടമകളെ സംബന്ധിച്ച് അവർ ആലോചിക്കേണ്ട കാര്യം ജീവനക്കാർക്ക് എത്ര ശമ്പളം കൊടുക്കണം, എക്യുപ്മെന്റ്സ് എങ്ങനെ ഫർണിഷ് ചെയ്ത് നിർത്തണം. അപ്പൊ അവർക്ക് നോക്കണ്ടേ, ആള് കയറാതിരുന്ന കാര്യമില്ലല്ലോ. ഇപ്പൊ ഈ വ്യാപകമായിട്ട് ബാർ തുറക്കണം, അതിൽ തന്നെ പലർക്കും അമർഷമുണ്ട്. കാരണം തൊട്ടതിനും പിടിച്ചതിന് ഒരു ആർക്കും കൂടെ ഇപ്പോൾ ഒരു ബാർ ഉടമയാകാവുന്ന രീതിയിലാണ്. ഇപ്പൊ എനിക്ക് നാളെ ഒരു അപേക്ഷ കൊടുത്ത് കയ്യിൽ കുറെ പൈസ ഉണ്ടെങ്കിൽ എനിക്ക് വേണമെങ്കിൽ ബാർ മുതലാളിയാവാം. അപ്പം അങ്ങനെയുള്ള രീതിയിലേക്ക് മാറുമ്പോഴത്തേക്കും ഇത് ഒരു ഒതന്റിസിറ്റി ഇല്ലാതെ ഇതിന്റെ എവിടെ നിന്നാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്കറിയാം ഇവിടുത്തെ പല മദ്യങ്ങളും ഒരു അടിസ്ഥാനപരമായിട്ട് ക്വാളിറ്റി പോലും ഇല്ലാത്തതാണ് ഇവിടെ കൊടുക്കുന്നത്. ഇവിടുത്തെ ഡിസ്റ്റിലറികളിൽ വരുന്നതാണ് ഒരു ക്വാളിറ്റി ഇല്ലാത്ത മദ്യം കൂടെയാണ് വരുന്നത്. ഇതൊന്നും പറയാതെ പലരും വാങ്ങിച്ച് കുടിക്കുകയാണ് ചെയ്യുന്നത്. അപ്പം പല രീതിയിലുള്ള അസുഖങ്ങൾ ചിലപ്പോൾ വരുമായിരിക്കും. അപ്പൊ ആ രീതിയിലൊക്കെയാണ് കാര്യങ്ങൾ. അപ്പം ഇത്തരത്തിൽ ഗതികേടിലേക്കാണ് ഓരോ ബാർ ഉടമകളും പോകുന്നത്. അപ്പോഴാണ് വീണ്ടും പുതിയ ബാറുകൾ തുറക്കുന്നതും പുതിയ ആനുകൂല്യങ്ങളും ഇളവുകളൊക്കെ നൽകുന്നത്. അപ്പോൾ ആ രീതിയിൽ ബാർ ഉടമകളെ സംബന്ധിച്ച് വലിയൊരു പ്രശ്നമായിട്ട് മാറുകയും ചെയ്യും. കുടിയന്മാരെ സംബന്ധിച്ച് അറിയാൻ സ്വാഭാവികമായിട്ടും പൈസ എത്ര കൊടുത്താലും അവർ കുടിക്കാനുള്ളത് അവരങ്ങനെ തന്നെ പോവുകയും ചെയ്യും. അല്ല, നമുക്ക് ഇത് അക്കരയൊക്കെ വന്നോളാം. നമ്മുടെ ചില സുഹൃത്തുക്കളെ വിളിച്ച് നമ്മൾ സംസാരിച്ചാൽ മനസ്സിലായ ഒരു കാര്യം, ഈ പാരമ്പര്യമായി തന്നെ ഈ ബാർ നടത്തി വന്നിരുന്ന ഒരുപാട് കുടുംബങ്ങൾ കേരളത്തിലുണ്ട്, ഒരു പ്രമുഖരായി. അവരൊക്കെ ഇന്ന് പിന്മാറി എന്നാണ് പറയപ്പെടുന്നത്. എല്ലാം പുതുമുഖങ്ങളാണ്. സിനിമയിലെ പോലെയാണ്. മലയാള സിനിമയിൽ ഒരു കാലത്തുണ്ടായിരുന്ന എല്ലാ പ്രൊഡക്ഷൻ ഹൗസുകളാണ്, വലിയ ബാനറുകൾ, വലിയ കമ്പനികൾ. ഇന്ന് അങ്ങനെയൊന്നുമില്ല. വളരെ കുറച്ചൊക്കെ പ്രൊഡക്ഷൻ ഹൗസ് മലയാളത്തിലുള്ളൂ. ബാക്കി എല്ലാവരും വന്നു പോയി പോകുന്നത്. അതും അങ്ങനെയാണെന്നാണ് പറയുന്നത്. ഇപ്പം പുതിയ തലമുറയിൽപ്പെട്ട ഒരുപാട് അബ്കാരി ബാർ ഉടമകളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അവർ ഇത് ആ പടം ഒന്ന് പറ്റുവാന്ന് നോക്കും. ഇതെന്തോ ഭയങ്കര കൊയ്ത്ത് നടക്കുന്ന സ്ഥലമാണെന്ന് കരുതിയായിരിക്കും പലരും വരുന്നതെന്നാണ് ഒരാളിൻ്റെ അടുത്ത് പറഞ്ഞത്. ബാറുകൾ പിന്നെ ബിയർ പാർലറോ അതിൽ നിന്ന് സാധാരണ ഹോട്ടലാവും, പിന്നെ അത് കല്യാണ മണ്ഡപം, അങ്ങനെ മാറി പരിണമിക്കും. ഇതിൽ വേറെ എന്നുള്ളത് ഈ വലിയ ലോണായിരിക്കും എടുത്തിട്ടുള്ളത്. ഇതിൻ്റെ പേര് ഈ ബാർ ഉടമകളെ വലിയ കാര്യം ഹ്യൂജ് ഇൻവെസ്റ്റ്മെൻറ്റ് വേണമല്ലോ ഇത് കെട്ടിടം ഉണ്ടാക്കാൻ, എല്ലാത്തിനും. ചിലർ വലിയ ഹോട്ടലിനെ ഉണ്ടാക്കിയിട്ട് അതിൻ്റെ ഭാഗമായിട്ട് ബാറും കൂടെ അവിടെ കാണും. പക്ഷേ അങ്ങനെ ആണെങ്കിൽ പോലും ഈ സർക്കാരിനെ സംബന്ധിച്ച് ഇവരെ വിരട്ടി നടത്താനുള്ള ഒരുപാട്, നമ്മൾ നേരത്തെ പറഞ്ഞ ഒരുപാട് വകുപ്പ് അവരുടെ കയ്യിലുള്ളത് കൊണ്ട് തന്നെ അവർക്കത് ഈസി ആയിട്ട് പിരിക്കാൻ പറ്റും പൈസ. മാത്രം എന്തിന് പിരിച്ചെന്ന് ചോദിക്കുമ്പം ഇപ്പോൾ 12 വർഷം കൊണ്ട് കഴിഞ്ഞതേ ഉള്ളൂ. അത് കണക്കാക്കിയാണോ അതോ ഇനി അതിൻ്റെ നഷ്ടം നികത്താൻ വേണ്ടി ഭാവിയിൽ പിരിവാണോ എന്നൊന്നും അറിയില്ല. നേരത്തെ പറയുന്നത് തന്നെ നമ്മളിപ്പം ഇവരൊക്കെ വോട്ടെടുക്കുമ്പോൾ തന്നെ ഇതിപ്പം സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് മാത്രമല്ല, ഇതിനകത്ത് എല്ലാവർക്കും ഇതിനകത്തൊരു പങ്കുണ്ടെന്ന മറ്റൊരു കാര്യമാണ്. കാരണം ഇവരുടെയൊക്കെ പ്രധാന ഫണ്ടിങ് ഇവർ തന്നെയാണ്. അതായത് ഏത് രാഷ്ട്രീയം ഇപ്പം ഒരു പാർട്ടി മാത്രമായിരിക്കില്ല, ഒന്ന് പോകുമ്പോൾ അടുത്ത പുറകെ മറ്റത് വരും. അപ്പൊ ഇത് അല്ലെങ്കിൽ ഇവർക്ക് എല്ലാവരും ഒരു എല്ലാവർക്കും അറിയാം. ഇപ്പം ഇവര് ഒരു പൈസ വാങ്ങിച്ചിട്ട് പോവുകയാണ് ഇപ്പം ഈ ഒരു ഇളവ് കൊടുത്തത്. പക്ഷെ അടുത്ത ടീം ഈ രഹസ്യം നമുക്കറിയാം, തന്നില്ലെങ്കിൽ അടുത്ത ഇത് വെച്ച് കൊടുക്കുമെന്ന് പറഞ്ഞിട്ട് അവർ ഇത് ചെയ്യും, അത് അടുത്തൊരു പാർട്ടി വരും. അങ്ങനെ എല്ലാവരും വന്നിങ്ങനെ ഇവരെ പിഴിഞ്ഞുകൊണ്ടിരിക്കും. സാധാരണ നോക്കും ലാസ്റ്റ് തുച്ഛമായി. ഈയിടയ്ക്ക് ഒരു ദിവസം ഈ കാട്ടുകുതിര സിനിമയുണ്ടല്ലോ, തിലകനാണ് ഒരു അബ്കാരിയാണല്ലോ. അപ്പോൾ ഞാൻ ഇടയ്ക്ക് യാർച്ചിൻ്റെ വീട്ടിൽ നിന്ന് യൂട്യൂബിൽ ഇതിൽ കാണാം, നല്ല രസമുള്ള സിനിമ. അപ്പോൾ അതിൽ തിലകൻ അദ്ദേഹത്തിൻ്റെ കീഴ് ജീവനക്കാരനെ ഇന്നസെൻ്റ് വിളിച്ച് പറയുന്നുണ്ട്, വിളിച്ച് വഴക്ക് പറയാണ്. ഈ ഇലക്ഷനായി ഈ രാഷ്ട്രീയ പാർട്ടിക്ക് കൊടുക്കാനുള്ള വിഹിതം ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു ഇയാളെ. അപ്പോൾ ഇയാൾ നേരെ എല്ലാവർക്കും എത്തിച്ചില്ല. അപ്പോൾ അടിയന്തരമായിട്ട് എത്തിക്കണം, ആർക്കും കുറയ്ക്കരുത്, എല്ലാവർക്കും കൊടുക്കണമെന്ന് പറയുന്നുണ്ട്.
പിന്നെ എല്ലാവർക്കും വണ്ടി മറ്റു കാര്യങ്ങളൊക്കെ വേണം, അതും കൊടുക്കണം. നമ്മുടെ വണ്ടി തികഞ്ഞില്ലെങ്കിൽ വേണമെങ്കിൽ വാടകയ്ക്ക് എടുത്തുകൊണ്ട് അവർക്ക് വണ്ടി കൊടുക്കണം എന്നൊക്കെ പറയാം. അതല്ലെങ്കിൽ ഇവന്മാരെ പണയ്ക്കാൻ നമുക്ക് നമ്മളെ കച്ചവടം നടത്താൻ പറ്റില്ല. ചില ഗൗരവമായിട്ട് മറ്റേ ചേർത്തല ഭാഷയിൽ പറയുന്നുണ്ട്. അപ്പോൾ അത് സത്യം പറഞ്ഞാൽ ഇന്ന് ഇതൊക്കെ കേട്ടപ്പോൾ എനിക്കതാണ് പെട്ടെന്ന് ഓർമ്മ വന്നത്. നമ്മുടെ പല ആൾക്കാർ കോൺട്രാക്ടർമാരുടെ അവസ്ഥ ഇതാണ്. അവർ പൈസയും കൊടുക്കണം, പിന്നെ ഇത്തരം സാധനങ്ങളും അവർക്ക് പ്രൊവൈഡ് ചെയ്യണം. അപ്പോൾ ഈ സർക്കാരിനെ സംബന്ധിച്ച് അവർക്ക് നല്ല ഇത് ലാഭം കൊയ്യാൻ ശരിക്കും നമ്മൾ നേരത്തെ വന്നാൽ വിരട്ടി ഇറത്തി പൈസ വാങ്ങിക്കാനുള്ള ഒരു പരിപാടിയാണിത്. ഒരു ബ്ലാക്ക് മെയിലിങ്ങിൻ്റെ വേറെ പതിപ്പാണിത്. അപ്പോൾ ഇത് ഭാവിയിൽ കേരളത്തിൽ ഈ മദ്യവ്യവസായത്തിനെ ഇത് ഗുരുതരമായി ബാധിക്കുമായിരിക്കാം. പക്ഷേ അവിടെ നമ്മൾ കേരളത്തിൽ മദ്യവ്യവസായം വിപുലപ്പെടണമെന്നല്ല പറയുന്നത്. പക്ഷെ ഒരുപാട് കുടുംബങ്ങൾ ആരും കഷ്ടമാവും. ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് പല ബാറുകളും പൂട്ടിയപ്പോൾ പലരും ആത്മഹത്യ ചെയ്തിരുന്നു, ബാർ ജീവനക്കാർ. ഇതിനകത്ത് മാത്രമല്ല വേറൊരു പ്രധാനപ്പെട്ട ഒരു ഗുരുതരമായിട്ടൊരു പ്രശ്നമുണ്ട്. അതായത് നമ്മുടെ സുഹൃത്തുക്കളൊക്കെ പോയിട്ട് പറയുന്ന ഒരു കാര്യമാണ്. അതായത് ഈ വില കുറഞ്ഞ മദ്യങ്ങൾ ഒരിക്കലും ബിവറേജിൽ കൊടുക്കാറില്ല. അതായത് സാധാരണ സെക്കൻഡ്സ് എന്ന് പറഞ്ഞതാണോ? അതെനിക്കറിയില്ല. ഏകദേശം ഒരു 110 രൂപ വരെയുള്ള അങ്ങനെ ഏറ്റവും കുറഞ്ഞ മദ്യങ്ങൾ ഒരിക്കലും ബിവറേജിൽ കൊടുക്കില്ല. അതായത് ബിവറേജ് കൊടുത്തെങ്കിൽ ഇവരെല്ലാം വാങ്ങിച്ചിട്ട് പോകും. ബാറുകളിൽ അത് കാണത്തുമില്ല. അവിടെയൊക്കെ മുന്തിയ ഇനം മാത്രമേ കാണുള്ളൂ. ഇവർ അങ്ങനെ എടുക്കില്ല. നമുക്കൊന്ന് പറയാം, നമ്മുടെ ഇപ്പൊ ജവാൻ എന്ന് പറയുന്ന സാധനമൊന്നും ഇപ്പൊ കിട്ടാനില്ല. കാരണം അത് വരുമാനം കിട്ടേണ്ടതാണ്, അതൊന്നും കൊടുക്കില്ല. അപ്പൊ മുന്തിയ വിദേശ മദ്യങ്ങളെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി ആ രീതിയിലാണ്. ഇപ്പം ഏത് ബാറിൽ പോയാലും നമുക്കൊരു മിനിമം ഒരു 250 രൂപയ്ക്ക് കുറവുള്ള ഒരു ബിയർ ചിലപ്പം ആവറേജായിട്ട് കിട്ടാറില്ല. പരമാവധി 200 രൂപ, അതിന് കുറവായിട്ട് കിട്ടാറില്ല. ഇത് മാർക്കറ്റ് പ്രൈസിൽ പറഞ്ഞാൽ 110 രൂപയുള്ളൂ. ഇതിന്റെ ഇരട്ടിയാണ് ഇവർ ഈടാക്കുന്നത്. ആ രീതിയിലാണ് ഇവർ കച്ചവടം. അപ്പൊ ഈ ലഭ്യത, അതായത് വില കുറഞ്ഞ മദ്യങ്ങളെ ലഭ്യത കുറച്ചിട്ട് മറ്റുള്ള വില കൂടിയ മദ്യങ്ങളെ വാങ്ങിപ്പിക്കാനുള്ള സൈക്കോളജി. മറ്റ് സംസ്ഥാനങ്ങൾ നോക്കുക, അവിടെയൊക്കെ ടാസ്മാക്കുകളുണ്ട്, മറ്റ് ഇങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പൊ തമിഴ്നാട്ടിലൊക്കെ ആയാലും ശരി തന്നെ ബിവറേജ് ഉണ്ടെങ്കിൽ പോലും അവിടെ അടുത്ത് തന്നെ ടാസ്മാക്ക് എന്ന സംഭവങ്ങളൊക്കെ ഉണ്ട്. അവിടെ തന്നെ ഭക്ഷണവും അതുപോലെ തന്നെ വളരെ ചുരുങ്ങിയ റേറ്റ് മാത്രമേ ഉള്ളൂ. അവിടെ തന്നെ വാങ്ങിച്ച് പൊടിച്ച് ചേർത്ത് അവർക്ക് അറിയാം അങ്ങനത്തെ മദ്യം അവിടെ ഉള്ളവർ അതിങ്ങനെ വാങ്ങുള്ളൂ എന്ന് അറിയാം. ഏറ്റവും കുറഞ്ഞ മദ്യം വാങ്ങിച്ച് കുടിക്കും. ഇവിടെ എന്ന് പറയാൻ തിരിച്ച് ഇവരില്ലാത്തവൻ പോലും ഇപ്പം എന്ത് പറയാനാണ്, കടമെടുത്തും EMI കാർഡൊക്കെ എടുത്തിട്ടൊക്കെ ആയിരിക്കും ഇതൊക്കെ നിർബന്ധിതനാണ് കുടിക്കാൻ. അതായത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു 100 രൂപയുടെ ഒരു മദ്യം കുടിക്കാന്ന് പറയുന്നവനെ കൊണ്ട് 400 രൂപ 500 രൂപയെ കൊണ്ട് ചിലവായിപ്പിക്കുന്നതാണ് ഒരു ഇപ്പോൾ ബാറുകളുടെ ഒരു ലക്ഷ്യം. ബിവറേജിൽ കൊടുക്കാതെ തന്നെ അതിനുള്ള ഒരു വഴി ഒരുക്കുകയാണ് സർക്കാർ. അതുവഴി ബാറിലെത്തി ഇപ്പോൾ 100 രൂപ ചിലവാക്കാനുള്ളവ 500 രൂപ ചിലവാക്കിയിട്ട് പോകും. അന്നത്തെ ദിവസത്തിന്റെ വരുമാനത്തിന്റെ പകുതിയും പോകും. വീട്ടിൽ കൊടുക്കൊന്നുമില്ലാതെ വീട് ദാരിദ്ര്യത്തിലാവും. ഇതാണ് ഇവിടുത്തെ. ഏതായാലും ഈ പറഞ്ഞ പോലെ മദ്യനയം ഉടനെ വരുമായിരിക്കാം. കാരണം അത് ഉറപ്പാണല്ലോ. കാരണം ഏതാണ്ട് തീർച്ചയായും കാണും. അതല്ലെങ്കിൽ കൃത്യമായും ഇവർ ഈ ബാർ അസോസിയേഷൻ, ഈ ഹോട്ടൽ അസോസിയേഷൻ്റെ ഭാരവാഹികൾ ഇങ്ങനെയൊന്നും പറയില്ലല്ലോ. അവർ കൃത്യമായി വിവരം കിട്ടുകയാണ്. കാരണം ഒരുപക്ഷെ നമ്മുടെ നാട്ടിൽ രാഷ്ട്രീയ നേതാക്കന്മാരൊക്കെ ഏറ്റവും അടുത്ത വ്യക്തിബന്ധം പുലർത്തുന്ന ആളുകളായിരിക്കും അവർ. അവർക്ക് കൃത്യമായ ഇൻഫർമേഷൻ ലഭിച്ചതിൻ്റെ അടിസ്ഥാനം തന്നെയായിരിക്കാം നമുക്ക് പൈസ പിരിച്ച് കൊടുക്കാൻ, നമ്മളെ കാര്യം പോകുന്നു ശരിയാക്കണം. കാരണം ഇത് പലരും നമ്മൾ നേരത്തെ പറഞ്ഞ ഗതികേട് ഉണ്ടാക്കിയായിരിക്കും പിന്നെ പൈസ കൊടുക്കേണ്ടി വരുന്നത്. അപ്പോൾ ഏതായാലും ഇത് ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് CPM-നെ സംബന്ധിച്ച്. കാരണം KM മാണിയുടെ പേരിൽ ആരോപണം വന്നപ്പോൾ അന്ന് സീസറിൻ്റെ ഭാര്യ സംശയത്തിന് അതീതയായിരിക്കണം എന്ന് പറഞ്ഞത് തെളിവില്ലായിരുന്നുകൊണ്ടാണെന്ന്. അതേ സംഭവം തന്നെ ഇന്ന് ഇവിടെയും സംഭവിക്കുന്നുണ്ട്. അന്ന് ഇതുപോലെ ഒരു ഓഡിയോയുടെ അടിസ്ഥാനത്തിലാണ് ഇത്രയും വലിയ സമരം ചെയ്തത്. ഇന്നും പുറത്തു നിൽക്കുന്ന ഓഡിയോ തന്നെയാണ്. ഉത്തരവാദിത്തപ്പെട്ട സംഘടനയുടെ സംസ്ഥാന ഭാരവാഹി തന്നെയാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഇതിന് തീർച്ചയായും നമ്മുടെ നാട്ടിൽ സർക്കാരും CPM-ഉം ഒക്കെ മറുപടി പറയേണ്ടി വരും എന്നുള്ളത് ഉറപ്പാണ്. പക്ഷേ പ്രതിപക്ഷം ഏതായാലും അന്ന് CPM ഇടതുപക്ഷം മുന്നണി ചെയ്തതുപോലെ സമരം നടത്താനുള്ള സ്ഥിതി ഇല്ലാത്തവരായതുകൊണ്ട് അത്തരം പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. എങ്കിൽ പോലും ജനങ്ങൾക്ക് മുന്നിൽ ഈ സർക്കാർ ഇതിൻ്റെ യാഥാർത്ഥ്യം വെളിപ്പെടുത്തേണ്ടി വരും. മദ്യനയം സംബന്ധിച്ച കാര്യങ്ങൾ കൂടുതൽ ആ കാര്യം വ്യക്തമാക്കേണ്ട ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുചെന്നെത്തും എന്നുള്ളത് ഉറപ്പാണ്. നമസ്കാരം.